തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ വിളിക്കാനുള്ള നടപടികൾ തുടങ്ങി. കല്ലറയിലേക്കുള്ള വഴികളെല്ലാം അടച്ചു കഴിഞ്ഞു. സ്ഥലത്തേക്ക് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ല. സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ നടപടികൾ പുരോഗമിക്കുന്നു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സേനയെ അവിടെ വിന്യസിച്ചു കഴിഞ്ഞു. കനത്ത സുരക്ഷയാണ് ഇപ്പോൾ അവിടെയുള്ളത്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറയ്ക്ക് സമീപം നിന്ന് ഷെവീദ് റാവുത്തറും സജോ ദേവസിയും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ഷെവീദ് റാവുത്തർ റെഡിയായി കഴിഞ്ഞു. ഷെവീദ്, ഗുഡ് മോർണിംഗ്. ഷെവീദ്, യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കല്ലറ വിളിക്കൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയിൽ? ജനങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ. നമ്മൾ ഇന്നലെ 9 മണിക്ക് രാത്രി 9 മണിക്ക് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ പോലീസ് പൊളിക്കും എന്ന് ഉറച്ചിരുന്നു. നമ്മൾ ഇന്നലെ 9 മണിക്ക് പറഞ്ഞാണ് രാത്രി. അതേപോലെ തന്നെ പോലീസ് പൊളിക്കാൻ ഉറച്ചു. അതിരാവിലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ അവർ നടത്തി. ഇപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റായി ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത് ദുരൂഹതയുടെ ചുരുളഴിയാൻ പോകുന്നു. അല്പസമയത്തിനുള്ളിൽ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ കല്ലറ അത് പോലീസ് പൊളിക്കും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. സബ് കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. 2 ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഗോപൻ സ്വാമിയുടെ വീടിന്റെ ഗേറ്റിന്റെ ഏതാണ്ട് 100 മീറ്ററിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകരെ വിലക്കിയിട്ടുണ്ട്. അതിനേതാണ്ട് 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് വാഹനങ്ങൾ അത് തടഞ്ഞിട്ടുണ്ട്. സാധാരണ അതായത് ഇവിടുത്തെ പൊതുജനങ്ങളെ വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ഈ ആദ്യ പരാതിക്കാരനായിട്ടുള്ള വിശ്വംഭരനെ പോലീസ് ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ സ്കാൻ കാണാൻ സാധിക്കും. അതിന്റെ വിവരണം കൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതായത് ഈ ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയ കോൺക്രീറ്റ് ഭാഗം അതിപ്പോൾ ടാർപോളിൻ കൊണ്ട്, നേരത്തെ അത് അതിന്റെ വശങ്ങൾ മാത്രമേ മറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് പൂർണ്ണമായും 4 വശവും മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊളിക്കും. ഇൻക്വസ്റ്റ് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. ഇക്കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇക്കാര്യത്തിലെ ചോദ്യം, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തിന്റെ ഏതാണ്ട് 10-20 മീറ്ററിനപ്പുറത്തേക്ക് ഈ ഗോപൻ സ്വാമിയുടെ അവർ വിശേഷിപ്പിക്കുന്ന മക്കളടക്കം വിശേഷിപ്പിക്കുന്നവരുടെ ആശ്രമം, പക്ഷെ അവർ താമസിച്ചിരുന്ന അവരുടെ വീടുണ്ട്. ആ വീട്ടിൽ ബന്ധുക്കളുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് വൈകാരികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ചോദ്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അങ്ങനെയുള്ള ഒരു പ്രതിഷേധത്തിനും ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാങ്കത്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് സ്കാൻ. കാരണം ഹൈക്കോടതി ഇന്നലെ ചോദിച്ച ഒരൊറ്റ ചോദ്യം മതി. എവിടെ ഗോപൻ സ്വാമി, ഗോപൻ എന്ന് പറയപ്പെടുന്നയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ്, അതായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് കുടുംബത്തിനോട് ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിൽ പോലീസിന് വലിയ ആശ്വാസമാകുന്നു. പോലീസിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് അസിസ്റ്റൻസ് ലഭിക്കുന്നു. പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും ഈ കല്ലറ അത് ഏതുതരം വൈകാരിക പ്രതിഷേധമുണ്ടെങ്കിലും ഇത് പൊളിക്കാനുള്ള ഒരു ധൈര്യം പോലീസിന് കിട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി വൈകിയും നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. ഇന്ന് രാവിലെ പൊളിക്കാനുള്ള സജ്ജീകരണങ്ങൾ അവർ ക്രമീകരിക്കുന്നു. പുലർച്ചെ 5:15 ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ഇവിടേക്ക് എത്തുന്നു. ഇപ്പോൾ സബ് കളക്ടർ അല്പസമയം മുൻപ് ഒ വി ആൽഫ്രഡ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം മുൻപ് പറഞ്ഞത് എല്ലാം കഴിഞ്ഞിട്ട് പ്രതികരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിലിനി മറ്റ് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. കല്ലറ കോൺക്രീറ്റ് ഇത് കെട്ടിടം ആ ഭാഗം അത് പൊളിക്കണം. അതിനുശേഷം ഈ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തണം, പോസ്റ്റ്മോർട്ടം നടത്തണം. ഇതിനകത്ത് ദുരൂഹത എന്ന് പറയുന്നത് 2 സെൻസിലാണ്. അതിൽ ഒന്നാമത്തെ സെൻസ് എന്ന് പറയുന്നത് ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു മിസ്സിംഗ് കേസ് എടുത്തിരിക്കുന്നു. ആ മിസ്സിംഗ് കേസ് മർഡർ കേസിലേക്ക് പോകുമോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. കാരണം ഈ മകൻ തന്നെ പറഞ്ഞു അച്ഛൻ സമാധിയാണെന്ന് പറഞ്ഞു. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ഏതാണ്ട് 11 മണിയോടുകൂടി, രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി അച്ഛൻ സമാധിയാകുമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. സമാധിയിരുന്നു. അതിനുശേഷം പൂജാകർമ്മങ്ങൾ നടത്തി. മണിക്കൂറുകൾ നീണ്ട പൂജാകർമ്മങ്ങൾ. പുലർച്ചെ വെള്ളിയാഴ്ച പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ അച്ഛൻ സമാധിയായി. അതിനുശേഷം പോസ്റ്റർ പതിച്ചു. അതാണ് നാട്ടുകാർ കണ്ടത് എന്നുള്ളതാണ് മകന്റെ മൊഴിയുടെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. പക്ഷേ സ്കേൻ അവിടെയും അപ്പോൾ ചോദ്യങ്ങൾ പലതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പൂജാകർമ്മങ്ങളൊക്കെ നടത്തിയിരുന്നു, അതിനകത്ത് ഭസ്മം ഇട്ടിരുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ കുന്തിരിക്കം പുകച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ശ്വാസം മുട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ഗോപൻ സ്വാമി മരിച്ചതെങ്കിൽ അത് മർഡർ എലമെന്റിലേക്ക് കാര്യങ്ങൾ പോകും. അതല്ല, ഇനി ഈ അദ്ദേഹത്തെ ഈ വീട്ടിൽ വെച്ച് അദ്ദേഹം മരിച്ചോ എന്നുള്ള ചോദ്യം കൂടി കണ്ടെത്തണം. ഇതിനാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് പോസ്റ്റ്മോർട്ടത്തിൽ പോലീസ് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ കോടതി വളരെ നിർണായകമായിട്ടുള്ള നിരീക്ഷണം നടത്തുമ്പോൾ കോടതി പറഞ്ഞ കാര്യമുണ്ട്. ഈ കുടുംബത്തിന്റെ വൈകാരിക പ്രതിഷേധവും വിശ്വാസവും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, പക്ഷേ മറുഭാഗത്ത് ഒരാൾ മരിച്ചു, ഒരാളെ കാണാനില്ലെന്നൊരു മിസ്സിംഗ് കേസ് ഉണ്ട്. അയാൾ ഇപ്പോൾ നിലവിൽ അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം മരിച്ചു എന്ന് കുടുംബം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ റിമൈനിങ്സ് ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ റിമൈനിങ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതല്ലെങ്കിൽ സ്വാഭാവികമായും അതിന് വേണ്ടത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് ആരെ അറിയിച്ചു എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു ചോദ്യം കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടി ഇതാണ് ഈ വിഷയത്തിലെ അല്ലെങ്കിൽ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന്റെ കടമ്പ. ആ കടമ്പ മറികടക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്ന സ്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ഫ്രെയിം കൂടി രഞ്ജിത്ത് ഉറപ്പിക്കും. ഇപ്പോൾ ഈ ആദ്യ പരാതിക്കാരനായിട്ടുള്ള വിശ്വംഭരൻ അദ്ദേഹത്തെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതാണ് സ്കാൻ. ഇതിന്റെ ഒരു രഞ്ജിത്ത് കുറച്ചുകൂടി വൈഡിലേക്ക് വലിച്ചു വെച്ചാൽ സ്കാൻ നമുക്ക് ഈ
ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 3 പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ, 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പോലീസ് നിൽക്കുന്നതാണ്, ആ ഭാഗത്തുകൂടി മുന്നോട്ട് പോകുന്നതാണ് ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്കുള്ള വഴി, ദുരൂഹതകളുടെ ആദ്യ വഴി. അതിന്റെ ഇടത്തെ ഭാഗത്ത് കാണുന്ന കെട്ടിടം, അത് ഇവർ ആശ്രമം എന്ന് വിളിക്കുന്ന ഇവരുടെ വീട്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഒറ്റ കെട്ടിടം, അത് ക്ഷേത്രമാണ്. അതിന് വലതുവശത്ത് ഒരു നീല ടാർപോളിൻ, അതുകൂടി ഇപ്പോൾ രഞ്ജിത്ത് ആ വിഷ്വൽ ഉറപ്പിക്കും. ആ നീല ടാർപോളിനാണ് സമാധി പീഠം. ഇതൊക്കെ തമ്മിൽ വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. പകൽ സമയം 11 മണിക്ക് അദ്ദേഹം സമാധിയിലെത്തി പൂജകൾ നടത്തിയെന്നാണ് മകൻ പറയുന്നത്. ആ മൊഴിയടക്കം പോലീസ് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സമാധി ആഗ്രഹത്തിന്റെ പ്രകാരമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നാട്ടുകാരെ അറിയിച്ചില്ല? തൊട്ടപ്പുറത്തൊക്കെ നാട്ടുകാരുണ്ടായിരുന്നു, ഈ ഗോപൻ സ്വാമിയുമായി അടുപ്പമുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവരെ ഒന്നും അറിയിക്കാതെ കുടുംബം ഈ നീക്കം നടത്തിയതാണ് ഇതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ അസ്വാഭാവികത നമുക്ക് എണ്ണി പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് ആ വീടിന്റെ മുൻവശം കൂടി രഞ്ജിത്ത് ഉറപ്പാക്കും. അവിടെ ഈ ആൽഫ്രഡ്, സബ് കളക്ടർ ആൽഫ്രഡ്, അദ്ദേഹം അവിടെ എത്തി ആദ്യം അങ്ങോട്ടേക്ക് പോയിരുന്നു. ഈ ബന്ധുക്കളോട് ജസ്റ്റ് ഒരു ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പരിശോധിക്കണം. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ് സ്കേൻ. കാരണം വിശ്വാസം, ആചാരം, അനാചാരം, ദുരാചാരം, ഇതിന്റെയൊക്കെ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ വൈകാരികമായ എന്തെങ്കിലും നീക്കം ഈ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിലവിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധം സംഘം തിരിഞ്ഞ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഒരൊറ്റ നാട്ടുകാരെ ഈ പ്രദേശത്തേക്ക്, പരിസരത്തേക്ക് പോലും പോലീസ് അടുപ്പിച്ചിട്ടില്ല. അതാണ് പോലീസിന്റെ ആദ്യത്തെ അവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. ആവശ്യത്തിനുള്ള ആളുകൾ മാത്രം സംഭവ സ്ഥലത്തേക്ക് മതി എന്നുള്ളതായിരുന്നു പോലീസിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇൻക്വസ്റ്റിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു ചോദ്യം, പോസ്റ്റ്മോർട്ടം ഏത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടാണോ നടത്തുക എന്നുള്ളത് മാത്രമാണ്. അക്കാര്യത്തിലും ഉടൻ ഒരു തീരുമാനം ഉണ്ടായേക്കും. സബ് കളക്ടർ വന്ന ഇപ്പോൾ ചേരുന്ന അവരുടെ സംസാരം സ്വാഭാവികമായിട്ടൊരു യോഗത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ്. അവിടെ അക്കാര്യങ്ങൾ തീരുമാനിക്കും. എസ്കെൻ, ഇതിനകത്ത് ദീർഘഭാവിയിൽ ഒരു സംഭവം എന്ന് പറയുന്നത് എസ്കെൻ, ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു മർഡർ എലമെന്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് നടക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളായിരിക്കും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഏതെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ പിതാവിന്റെ ആഗ്രഹപ്രകാരം അങ്ങനെ നടത്തിയതിൽ അങ്ങനെ ഒരു ക്രൈം എലമെന്റ് ഉണ്ടെങ്കിൽ പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളും വലിയ നാടകീയ സംഭവങ്ങൾക്ക് വഴിവെക്കും. എസ്കെൻ, ജ്യോതിഷ് അഞ്ജു എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ഉറക്കമുണച്ച് കാത്തിരിക്കുകയാണ്, കല്ലറ ഉറച്ച് നേരത്തെ പൊളിക്കാൻ പറ്റുമോ? നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ അങ്ങനെ നേരത്തെ പൊളിക്കൂ. ഒരു കാര്യം ചെയ്യൂ, ധൈര്യമായിട്ട് ഉറങ്ങിക്കോളൂ. ഒരു കാര്യം, കല്ലറ പൊളിക്കും. അതിനകത്ത് വിവരം എന്തുവാണെന്നുള്ളത് അറിയുകയും ചെയ്യും. അത് കുറച്ച് കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ മനസ്സിലാകും എന്താ സംഭവിച്ചെന്ന്. ഇനി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് നിന്ന് സജോ ദേവസ്യ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഗുഡ് മോർണിംഗ്. സജോ, ശരിക്കും കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഈ സ്ഥലമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, വികാരപരമായി കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുപോയി വഷളാക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല, നാട്ടുകാരെ ആ സ്ഥലത്തേക്ക് കയറ്റുന്നില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും വീട്ടുകാരോട് സബ് കളക്ടർ സംസാരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? മാത്രമല്ല, ഈ പോസ്റ്റർ ഒട്ടിച്ചത് തീർച്ചയായും നേരത്തെ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ആസൂത്രിതമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു എന്ന് വേണമോ കരുതാൻ? SKN, അതായത് ഈ കേസിന്റെ ഒരു ചരിത്രം അങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ അതിലാകെ ദുരൂഹതകളുണ്ട്, സംശയങ്ങളുണ്ട്, അപൂർവതകളും സവിശേഷതകളും ഏറെ നിറഞ്ഞതാണ്. സമാധി എന്നത് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഭാഗമാണ്. അങ്ങനെ വലിയ പല സ്വാമിമാരുടെയും കാര്യത്തിൽ അതുണ്ട്. പക്ഷെ അക്കാര്യത്തിലൊക്കെ ഇക്കാര്യത്തിൽ ആചാര മികവും പാണ്ഡിത്യവും ഉള്ളവരൊക്കെ പറയുന്നത് ഈ നിലയ്ക്കല്ല എന്ന വിലയിരുത്തലും പ്രതികരണവും ഒക്കെ അവർ നേരത്തെ നടത്തിയതുമാണ്. അതിൽ ഈ കാര്യത്തിൽ വേണ്ടത് ഒന്ന്, ഇപ്പോഴുള്ളതൊരു തിരോധാന കേസാണ്. അതിന്റെ യഥാർത്ഥത്തിൽ അത് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ശാസ്ത്രീയ പരിശോധനയിലൂടെ, വിശകലനത്തിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. നേരത്തെ, അതായത് ആദ്യം ഈ സംഭവം വ്യാഴാഴ്ച രാവിലെയോടുകൂടി ഇങ്ങനെ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം അച്ഛൻ പിതാവിന്റെ ആഗ്രഹപ്രകാരം വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു തൊട്ടുചേർ ക്ഷേത്രം അവർ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 50 മീറ്റർ ദൂരമാണ് ഇപ്പോൾ ഈ കല്ലറ അല്ലെങ്കിൽ സമാധി സ്ഥലമെന്ന് അവർ വിളിക്കുന്ന സ്ഥലത്തേക്കുള്ളത്. അങ്ങോട്ടേക്ക് അദ്ദേഹം ഈ ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം നടന്നുപോയി പിന്നീട് അവിടെ ആചാരപരമായി സമാധി ഇരുത്തി എന്നതാണ് പറയുന്നത്. പക്ഷെ അക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോയാൽ ഇപ്പോൾ അത് പിറ്റേ ദിവസം പൂർത്തീകരിക്കുന്നു. അതായത് വെള്ളിയാഴ്ചയോടുകൂടി പൂർത്തീകരിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു പോസ്റ്റർ വീടിന് സമീപത്തെ ഒരു 4 ഭാഗങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്നൊരു പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. ഈ പോസ്റ്റർ വെള്ളിയാഴ്ചയാണ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ വിശ്വംഭരൻ, ആ വിശ്വംഭരനെ അടക്കം പരാതിക്കാരനാണ് ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പോലീസ് സാക്ഷികൾ വേണം, നാട്ടുകാരടക്കമുള്ള ആളുകളുടെ ഈ നടപടികൾക്ക്. സബ് കളക്ടർ അടക്കം അതിന്റെ സബ് കളക്ടർ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ, നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇങ്ങനെ ഒരു പോസ്റ്റർ പതിക്കുന്നു. ഇത് പിറ്റേ ദിവസം ഈ ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് 3 മണിയോടുകൂടി പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം സാധാരണ നിലയ്ക്ക് ആളുകൾ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഗോപൻ സ്വാമി സമാധിയായി എന്ന് ഈ കാണുന്ന പോസ്റ്റർ ഇതുപോലെ സമാനമായി അവരുടെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഇവിടെ തൊട്ട് മുകളിലെ ഭാഗത്ത് അങ്ങനെ ഒരു 3-4 സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ പതിക്കുന്നു. ആ പോസ്റ്റർ കാണുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഈ കാര്യം മനസ്സിലാക്കുന്നത്. അതിന്
തുടർന്ന് ഇവർ ഈ വീട്ടിലേക്ക് അന്വേഷിക്കാൻ പോകുന്നു. അതിനുശേഷം പോലീസിനെ വിളിച്ചറിയിക്കുന്നു, കൌൺസിലറെ വിളിച്ചറിയിക്കുന്നു. ആ ഘട്ടത്തിലാണ് അവർ പറഞ്ഞത് ഇങ്ങനെ നടന്നു പോയതാണ്, അതിനുശേഷം ഇരുത്തിയതാണ്, അച്ഛന്റെ ആഗ്രഹമായിരുന്നു, ആ ആഗ്രഹ പൂർത്തീകരണമാണ് ആചാരപ്രകാരം പൂർത്തീകരിച്ചത് എന്നത് അവർ പറയുന്നു. പക്ഷേ ഈ തിരോധാന കേസിന്റെ ഒരു സ്വഭാവത്തിന്റെ നിയമപരമായ കാര്യം ആദ്യഘട്ടത്തിലൊക്കെ പോലീസ് അതിന്റെ പരിശോധനയിലേക്ക്, പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനയിലേക്ക് പോയി. ആ ഘട്ടത്തിൽ നാട്ടുകാരിൽ ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി, VSDP തുടങ്ങിയ സംഘടനകൾ, അവരുടെ പ്രവർത്തകരൊക്കെ വന്ന് ഇത് വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഉറപ്പായും അങ്ങനെ ഉണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ആ ഘട്ടത്തിൽ പരിഗണിച്ചു. അതായത് ഏതെങ്കിലും നിലയ്ക്ക് വൈകാരികമായ ഒരു പ്രശ്നത്തെ, വിശ്വാസത്തെ അല്ലെങ്കിൽ ആചാരത്തെ, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളിലേക്കോ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കോ സംഘർഷങ്ങളിലേക്കോ പോകാൻ ഉദ്ദേശിച്ചില്ല. പക്ഷേ ഇതിൽ നിർണായകമായി ഇത് കോടതിയിലേക്ക് എത്തുന്നു. അപ്പം കോടതി പറഞ്ഞത് ഇക്കാര്യത്തിലുള്ള ദുരൂഹത നീക്കണം, ഇനിയിപ്പോൾ കേസ് പരിഗണിക്കുന്ന വേളയിൽ തൽസ്ഥിതി റിപ്പോർട്ട് കൊടുക്കണം എന്ന നിലപാട് കോടതി പറഞ്ഞു. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ, നിരീക്ഷണത്തിൽ കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇനി നടക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോൾ മറ്റ് പ്രതിഷേധങ്ങളോ, കുറച്ച് നാട്ടുകാരും മറ്റുമൊക്കെ ഈ പ്രദേശത്ത് വന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ പോലീസ് ബന്ദോബസ്തുണ്ട്, ഈ ഭാഗങ്ങളിലേക്കൊന്നും കടത്തിവിടുന്നില്ല. അങ്ങോട്ടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും അടക്കമുള്ള നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ പുറത്തെടുക്കുക, ഇൻക്വസ്റ്റ് നടത്തുക, അതിനുശേഷം പോസ്റ്റ്മോർട്ടമാണ്. നമുക്കിപ്പോൾ ഇത് സബ് കളക്ടറുടെ വാഹനമാണ്, ഫോറൻസിക് സംഘത്തിന്റെ വാഹനം ഇവിടെയുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഒരു ആംബുലൻസ് കൂടി എത്തിച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ സർജൻ, പോലീസ് സർജന്റെ അടക്കം നിർദ്ദേശം പരിഗണിച്ചായിരിക്കും മൃതദേഹം നീക്കം ചെയ്യുന്നത്. എങ്ങോട്ട് അതിനുള്ളിൽ മൃതദേഹം ഉണ്ട് എങ്കിൽ, അതായത് ഇക്കാര്യത്തിലൊന്നും നമുക്കും മുൻവിധികളില്ല. ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, കൊലപാതകമാണോ അല്ലെങ്കിൽ എന്താണെന്നൊക്കെയുള്ളത് ശാസ്ത്രീയ പരിശോധനയിലൂടെ തന്നെ പുറത്തു വരേണ്ടതാണ്. പക്ഷേ സംസ്ഥാനത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇത്രയധികം അപൂർവതയും സവിശേഷതയും ദുരൂഹതയും ഉള്ള ഒരു കേസ് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ആംബുലൻസ് കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് പുറത്തേക്കെടുത്ത് ഇൻക്വസ്റ്റ് അടക്കമുള്ളത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് നീക്കം ചെയ്യണമോ, അതിനുശേഷം ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയക്കുക എന്നതുകൂടി അത് ഈ കേസിലേക്ക് ഒരു പ്രധാനപ്പെട്ട സംഗതിയായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. ഈ ഗോപൻ സ്വാമിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പരിശോധിച്ചാൽ അദ്ദേഹം നേരത്തെ ഒരു ആദ്യം നെയ്ത്ത് തൊഴിലിൽ ഏർപ്പെട്ടു, പിന്നീട് അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിരുന്നു. പിന്നീട് അദ്ദേഹം BMS-ലും കുറച്ചുകാലം AITUC-ലും ഒക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിരുന്നു. ആദ്യം അദ്ദേഹം പ്ലാവിള എന്ന് പറയുന്ന സ്ഥലത്ത്, ഇത് നെയ്യാറ്റിങ്കര ആറാലുമൂട് എന്ന് പറയുന്ന സ്ഥലമാണ്, പ്ലാവിള എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിക്കുന്നത്. ആദ്യം നെയ്ത്തൊഴിൽ ഏർപ്പെട്ടു, പിന്നീട് അദ്ദേഹം അങ്ങനെ സാധാരണ തൊഴിലുകൾ, ചുമട്ട് തൊഴിലാളിയായി. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് ആറാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം വരുന്നത്. പിന്നീട് അദ്ദേഹം ഇവിടെ ആത്മീയതയിലേക്ക് തിരിഞ്ഞു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പിന്നീടാണ് അദ്ദേഹം ഇവിടെ ആത്മീയതയിലേക്ക് തിരിഞ്ഞു, ഒരു ക്ഷേത്രം വീടിനോട് ചേർന്ന്, അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്ന ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. പിന്നീട് മക്കൾ സനന്ദനും രാജസേനനുമാണ്. രാജസേനനാണ് ഈ അച്ഛന്റെ ആഗ്രഹം നിറവേറ്റിയത്. നേരത്തെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. അതിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളടക്കം ഉണ്ടായിരുന്നു. ആ വൈരുദ്ധ്യങ്ങളാണ് പലതരം സംശയങ്ങളിലേക്കും മറ്റുമൊക്കെ പോയത്. പിന്നീട് ഈ സനന്ദനെ, മറ്റൊരു മകനായ സനന്ദനെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷമാണ് അവർ പിന്നീട് പല കാര്യങ്ങളും പറഞ്ഞു. അത് പലതരത്തിൽ അവരുടെ പ്രതികരണങ്ങളിലെ വൈരുദ്ധ്യം, അതിൽ ചില കമ്മ്യൂണൽ സ്വഭാവമൊക്കെ കടന്നു വന്നത്, അങ്ങനെ പല ഘടകങ്ങളും ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതിന്റെ ഒരു നമ്മൾ ഇത്തരം വിശ്വാസങ്ങളുടെയും മറ്റുമൊക്കെ ഒരു പശ്ചാത്തലം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ നിരാകരിച്ചുകൊണ്ടല്ല, പക്ഷെ അതിൽ ആചാരം, അനാചാരം, അതിനെയൊക്കെ എങ്ങനെ വേർതിരിക്കണം, ഇക്കാര്യത്തിൽ ക്രൈം ഉണ്ടോ എന്നത് പ്രസക്തമാണ്. അതായത് കോടതിയുടെ ഇടപെടലോടുകൂടി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ, മറ്റ് ആചാര്യന്മാരൊക്കെ സ്വീകരിച്ച നിലപാടിൽ ക്രൈം എലമെന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിധേയമാണ് അത് എന്ന് വ്യക്തമാക്കുകയും അത്തരം പരിശോധനകളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ മേഖലകളിൽ ഇപ്പോൾ നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ വൈകാരിക പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ വളരെ ചുരുക്കം ഏതാനും ചില നാട്ടുകാർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയ്ക്ക് പോലീസ് ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ ഒഴിവാക്കുകയും ഈ ആംബുലൻസ് കുറെ കൂടി താഴേക്ക് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഈ സ്ലാബ് അവിടെ നിന്ന് പൊളിച്ച് നീക്കിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കടക്കും. എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിലവിലെ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടമോ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ ഇപ്പോൾ നേരിടുന്നില്ല, ഒരു തടസ്സവും നേരിടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ചേട്ടനൊക്കെ ഇവിടെയുള്ള കുറച്ച് നാട്ടുകാർ ഒക്കെ ഇവിടെയുണ്ട്. അവർ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു നേരത്തെ ഉണ്ടായ വിധമുള്ള പ്രതിഷേധത്തിന്റെ സാഹചര്യമൊന്നും ഇവിടെ ആംബുലൻസ് താഴേക്ക് ഇറക്കുന്നുണ്ട്. അതായത് ഇവിടെയുള്ള ആംബുലൻസ് ഒക്കെ താഴേക്ക് ഇറക്കുന്നുണ്ട്. മൃതദേഹം ഉണങ്ങിയെങ്കിൽ പുറത്തേക്കെടുത്ത് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോവുക, അതിനുശേഷം മൃതദേഹം പിന്നീട് വിട്ടു നൽകുകയായിരിക്കും ചെയ്യുക എന്നതാണ് സാധാരണഗതിയിൽ. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ സംഭവ സ്ഥലത്ത് വെച്ചടക്കം ചെയ്യാം. അക്കാര്യത്തിൽ പോലീസ് സർജന്റെയും സബ് കളക്ടറുടെയും പോലീസിന്റെയും ഒരു കൂടിയാലോചനയിലെ തീരുമാനമനുസരിച്ചാണ്, സാഹചര്യങ്ങൾ കൂടി
പരിഗണിച്ചാണ് അന്തിമമായ കാര്യങ്ങളിലേക്ക് പോവുക. ആംബുലൻസ് ഏതായാലും ഇപ്പോൾ ഈ വീടിന്റെ ഭാഗത്തേക്ക്, അതായത് ഈ കല്ലറയുള്ള സമാധി സ്ഥലം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലമുള്ള ഗോപൻ സ്വാമിയുടെ വീടുള്ള സ്ഥലത്തേക്ക് ആംബുലൻസ് താഴേക്ക് ഇറക്കി നിർത്തുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ അതിലേക്ക് പോകാൻ കഴിയും. ഇനിയിപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് ഈ കേസിനെ നിർണ്ണയിക്കുക. ഇപ്പോഴുള്ളത് ഒരു തിരോധാന കേസാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ക്രൈം ഉണ്ടോ, ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ, അതിനൊരു കൊലപാതകത്തിന്റെ സ്വഭാവമുണ്ടോ, അങ്ങനെ ഒരു കാര്യമായിട്ടുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയും ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ലഭ്യമാകുമ്പോൾ പരിപൂർണ്ണ വ്യക്തത വരും. മറ്റൊന്ന്, ഞാൻ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിലുള്ള പോസ്റ്ററാണ്. ആ പോസ്റ്റർ, അതായത് ഈ ചടങ്ങുകൾ നീണ്ടു നിന്നും തലേ ദിവസം വ്യാഴാഴ്ച രാവിലെ മുതൽ 11 മണി മുതൽ പിറ്റേന്ന് 3 മണി വരെ നീണ്ടു നിൽക്കുന്നു. അതിനുശേഷം രാവിലെയോടുകൂടി വെള്ളിയാഴ്ച രാവിലെ ആളുകളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അവരുടെ ശ്രദ്ധയിൽ ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ കാണുന്നു. ആ പോസ്റ്റർ പ്രിന്റ് ചെയ്ത സ്ഥലത്ത് പോയി പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ പ്രിന്റ് സ്ഥാപനത്തിലുള്ള ആളുകളുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്യപ്പെട്ടതാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ആസൂത്രിത സ്വഭാവമുണ്ടോ എന്നതൊക്കെയാണ് സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതിന്റെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറയ്ക്ക് സമീപം നിന്ന് നമുക്കൊപ്പം